NCP കേരള ഘടകം പിളർപ്പിലേക്ക് NCP നേതാവ് റെജി ചെറിയാന്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗമാണ് NCP വിടുന്നത്. പല മുന്നണികളുമായി ചർച്ച നടത്തി ഏതു പാർട്ടിയിൽ ചേരണമെന്ന് 20-ാം തീയതി തീരുമാനിക്കുമെന്നും റെജി ചെറിയാൻ പറഞ്ഞു. ഞങ്ങൾ പോകുന്നു എന്ന കാര്യം ശരിയാണ്, പക്ഷേ എവിടെ എന്നുള്ളത് ഞാൻ ആരോടും പറഞ്ഞില്ല. കാരണം UDF-ലെ പല കക്ഷികളുമായിട്ട് നിങ്ങൾക്കറിയാം, ആലപ്പുഴയിലെ NCP ശക്തമാണ്. ആ NCP-യിലെ 90% ആൾക്കാർ ഒന്നടങ്കം പാർട്ടി വിടുന്നു എന്ന് കേൾക്കുമ്പം ഏതൊരു സംഘടനയിലും ആൾക്കാർക്ക് അവരോട് ചേർന്ന് പ്രവർത്തിച്ചാൽ കൊള്ളാമെന്ന് തോന്നുകയും അവർ വിളിക്കുകയും ചെയ്യും. അതിൻ്റെ അടിസ്ഥാനത്തിൽ പല കക്ഷികളുമായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെയും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നിഷ ദിലീപ് ചേരുന്നുണ്ട്. നിഷ, എന്തായാലും LDF-ലെ ഘടകകക്ഷികൾ പിളർപ്പിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ പരാജയത്തിന് പിന്നാലെ തന്നെ ഇപ്പോൾ NCP നേതാവ് റെജി ചെറിയാൻ പറയുന്നതും ഏത് പാർട്ടിയിലേക്ക് പോകുമെന്നുള്ള കാര്യം പറയുന്നില്ല, പക്ഷേ NCP വിടുമെന്ന് തന്നെയാണ്. രജനി, അങ്ങനെ തന്നെയാണ്. കാരണം NCP വിടുന്നു എന്ന ധാരണയിൽ അവർ എത്തിയിരിക്കുന്നു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം റെജി ചെറിയാന്റെ നേതൃത്വത്തിൽ PC ചാക്കോയെ അനുകൂലിക്കുന്ന ഒരു വിഭാഗമാണ് NCP വിടാൻ പോകുന്നത്. UDF-ലേക്കാണ് എന്നുള്ള പരോക്ഷമായ സൂചനകൾ നൽകിയിട്ടുണ്ട്. UDF-ലെ പല ഘടകകക്ഷികളുമായും ചർച്ച നടത്തിയിട്ടുണ്ട്. എങ്ങോട്ടാണ് പോകുന്നതെന്ന് അന്തിമ തീരുമാനം 19-ന് ആലപ്പുഴയിൽ യോഗം ചേർന്ന ശേഷം പ്രഖ്യാപിക്കുമെന്നാണ് റെജി ചെറിയാൻ അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല 20-ന് ലയന സമ്മേളനം നടക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ തന്നെയാണ് റെജി ചെറിയാൻ അല്പസമയം മുമ്പ് വ്യക്തമാക്കിയത്. ആലപ്പുഴയിൽ NCPക്ക് ശക്തമായ വേരോട്ടമുള്ള സ്ഥലമാണ്. നമുക്കറിയാം, കുട്ടനാടിൽ MLA ഉണ്ട്. കുട്ടനാട് MLA തോമസ് കെ തോമസിനോടും ഒപ്പം തന്നെ സംസ്ഥാന നേതൃത്വത്തോടുമുള്ള ഒക്കെയുള്ള എതിർപ്പ് റെജി ചെറിയാൻ പ്രത്യക്ഷമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. പാർട്ടിയിൽ 2 തരം ന്യായമാണുള്ളത്. MLA-ക്കും മന്ത്രിക്കും ഒപ്പം തന്നെ സംസ്ഥാന നേതൃത്വത്തിനുമൊക്കെ വിവിധ ഗ്രൂപ്പുകളാണ് പാർട്ടിയിലുള്ളതെന്നും റെജി ചെറിയാൻ ആരോപിക്കുന്നു. ഒരു തരത്തിലും പാർട്ടിയിൽ നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് പാർട്ടി വിടുന്നതെന്നും റെജി ചെറിയാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും NCP-യുടെ കേരള ഘടകം, കേരളത്തിൽ NCP പിളർപ്പിലേക്ക് തന്നെ പോകുന്നു എന്നാണ് റെജി ചെറിയാൻ പറയുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും NCP-യിൽ നിന്നും ഈ ഒരു വലിയ വിഭാഗം 600-ലേറെ പേർ അദ്ദേഹത്തോടൊപ്പമുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഈ 600-ലധികം NCP പ്രവർത്തകർ UDF-ലെ ഘടകകക്ഷിക്കൊപ്പം ചേരുമെന്നാണ് റെജി ചെറിയാൻ വ്യക്തമാക്കിയിട്ടുള്ളത്. രജനി, നിഷ, ഇവിടെ നമ്മളൊരു കാര്യം കൂടെ നോക്കേണ്ടത്, കാരണം NCPക്ക് ഒരു മന്ത്രി കൂടെ ഉള്ള സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. നേരത്തെ തന്നെ അസ്വാരസ്യങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു. ദേശീയ തലത്തിൽ NCP പിളർപ്പിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്നൊക്കെ തന്നെ പറഞ്ഞു. പക്ഷേ അതിലും കൂടുതലായിട്ടാണ് ഇപ്പോൾ നിഷ പറഞ്ഞതുപോലെ തന്നെ 600-ലധികം പേരാണ് ഇപ്പോൾ പാർട്ടി വിടാൻ പോകുന്നത്. വലിയൊരു തിരിച്ചടി തന്നെയല്ലേ ഉണ്ടായിരിക്കുന്നത്? രജനി, തീർച്ചയായും വലിയ തിരിച്ചടി തന്നെയാണ്. ഈ 600-ലധികം പേരെന്ന് പറയുന്നത് അദ്ദേഹം ഒരു കണക്ക് മാത്രമാണ് പറയുന്നത്. ചിലപ്പോൾ അതിലും കൂടാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. റെജി ചെറിയാൻ പറഞ്ഞതുപോലെ തന്നെ പാർട്ടിയിൽ എല്ലാവർക്കും ഒരേ നീതിയൊന്നുമല്ല കിട്ടുന്നത്. മന്ത്രിക്കും MLA-ക്കും സംസ്ഥാന നേതൃത്വത്തിലെ മറ്റു ഉന്നതർക്കും ഒക്കെ പല നീതിയും ന്യായവും ഒക്കെയാണ് NCP-യിലുള്ളത്. അതുകൊണ്ട് തന്നെ NCP-യിൽ ഒരു തരത്തിലും നിന്നു പോകാൻ സാധിക്കില്ല എന്നും ഈ റെജി ചെറിയാൻ വിഭാഗം ആരോപിക്കുന്നുണ്ട്. മാത്രമല്ല, കുട്ടനാട്ടിൽ മത്സരിക്കാം എന്ന ഒരു മോഹവുമായിട്ടാണ് റെജി ചെറിയാൻ ഇത്തരത്തിൽ വിഭാഗീയ പ്രവർത്തനം നടത്തുന്നതെന്ന് കുട്ടനാട് MLA തോമസ് കെ തോമസ് പറയുന്നുണ്ട്. പക്ഷേ അതിനെയൊക്കെ തന്നെ റെജി ചെറിയാൻ തള്ളിക്കളയുകയാണ്. താൻ ഒരിക്കലും ഈ ഇത്തരത്തിൽ മത്സരിക്കണമെന്നുള്ളൊരു മോഹവുമായിട്ടല്ല ഇത്തരത്തിൽ പാർട്ടി വിടുന്നത്. പാർട്ടിയിൽ MLA നടത്തുന്ന വിഭാഗീയ പ്രവർത്തനം, അതായത് പാർട്ടി സംഘടനയ്ക്ക് എതിരായിട്ട് കുട്ടനാട് MLA തോമസ് കെ തോമസ് സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ഇതൊന്നും പാർട്ടി നേതൃത്വം മുഖവിലേക്ക് എടുക്കുന്നില്ല. MLA-ക്ക് ഒരു പ്രത്യേക സ്ഥാനം തന്നെ നൽകിക്കൊണ്ട് MLA ചെയ്യുന്ന എല്ലാ സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളെയും പിന്താങ്ങുന്ന രീതിയിലാണ് പാർട്ടി സംസ്ഥാന നേതൃത്വം മുന്നോട്ട് പോകുന്നത്. ഇക്കാര്യങ്ങളിലൊക്കെ ഈ റെജി ചെറിയാൻ വിഭാഗത്തിന് അതൃപ്തിയുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് പാർട്ടി വിടുന്നതെന്നും റെജി ചെറിയാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. രജനി, ശരി. എന്തായാലും NCP കേരള ഘടകം പിളർപ്പിലേക്ക് നീങ്ങുകയാണ്. NCP നേതാവ് റെജി ചെറിയാന്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം NCP വിടുകയാണ്. പല മുന്നണികളുമായിട്ട് ചർച്ച നടത്തി UDF-ലേക്കാണ് പോകുന്നത് എന്നുകൂടെ ഈ റെജി ചെറിയാൻ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ആ വാർത്തകളിലൊക്കെ തന്നെ നിറയും. NCP കേരള ഘടകവും പിളർപ്പിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. നിഷ ദിലീപാണ് വിവരങ്ങൾ പങ്കുവച്ചത്.